ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വീക്കെൻഡ് ശനിയാഴ്ചയല്ലേ, എല്ലാവരും ഓരോരോ പരിപാടികൾ ബിസി ആയിരിക്കുമെന്ന് അറിയാം. ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. പക്ഷേങ്കിൽ ഇന്ന് PSCൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ലീവായിട്ടാണുള്ളത്. ഇപ്പോൾ രാവിലെ ഉറങ്ങി ഇപ്പോൾ എണീച്ചിന്നത്ര അഴീക്കോടാൻ സെൻറ്റർ കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വീഡിയോ ഒന്ന് എടുത്തേക്കാൻ വെച്ച് ഒരു വീഡിയോ എടുക്കുന്നതാണ്. ഇതെൻ്റെ വീടിൻ്റെ മുകളിൽ ബാൽക്കണി സൈഡിൽ നിന്ന് എടുക്കുന്ന വീഡിയോ. അപ്പോൾ കാണുന്ന ബിൽഡിംഗ് എന്ന് വെച്ചാൽ, എൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിംഗ് എന്ന് വെച്ചാൽ നിഫ്റ്റാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അവിടെ ക്യാമ്പസ് കം പിന്നെ ഹോസ്റ്റൽ കം കിച്ചൺ എല്ലാം ഒറ്റ ഒരു ഇതിലിങ്ങനെ വരുന്ന വലിയ ബിൽഡിങ് വരുന്നതാണ്. കോളേജുണ്ട്, ഓഫീസുണ്ട്, ക്യാൻറ്റീനുണ്ട്, ഹോസ്റ്റലുണ്ട്. അങ്ങനെ വലിയ ബിൽഡിങ്ങാണ്. എത്ര ഏക്കറ കണക്കൊന്നും അറിയില്ല, എന്നാലും കുറച്ച് വലിയ സ്പേസിലാണുള്ളത്. ഇപ്പോൾ താഴെ കുറേ പൂക്കളും അതെല്ലാം കാണുന്നത്. എൻ്റെ വീടിൻ്റെ താഴെ വശമാണിത്. കാണുന്ന റോഡ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കൂടെ പോകുന്ന റോഡാണ്. വലിയ മതിൽ കാണുന്നുണ്ട്. നിഫ്റ്റിൻ്റെ അവർ കെട്ടിപ്പൊന്തിച്ച മതിലാണ്. ഓക്കെ. ഹലോ ഗൈസ്, ഇപ്പോൾ രാവിലെ എക്സാമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ടൈം 1:30 ആകുമ്പോഴാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒന്നാമത് ശനിയാഴ്ചയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്നാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് ടൈം ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പരമാവധി നേരത്തെ ഇറങ്ങാൻ എന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ബ്ലോക്കിൽ മാറ്റം പോയിട്ടുണ്ടെങ്കിൽ എക്സാമും വെള്ളത്തിലാവും. അതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഇതിപ്പം ഞാൻ എക്സാമിന് പോകുമ്പോൾ ഇടാൻ പോകുന്ന ഡ്രസ്സാണ് ബ്ലൂ, നേവി ബ്ലൂ, എന്ത് കളറാണെന്ന് അറിയില്ല. ഈ കളർ ഷർട്ടും പിന്നെ ഇത് പാൻറ്റുമാണ്. ഓക്കെ. പിന്നെ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പരമാവധി നേരത്തെ എത്താനാണ് എൻ്റെ ശ്രമം. കാരണം നേരത്തെ എത്തിയാൽ അത്രയും കുറച്ച് റിലാക്സേഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് റോഡാണ്. ധർമ്മശാലക്കേക്കല്ല പോയിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഈ നിഫ്റ്റിൻ്റെ ബിൽഡിങ് വരുന്നതിന് മുന്നേ ഇത് ജസ്റ്റ് ഓപ്പൺ ഒരു ഗ്രൗണ്ട് മാതിരിയായിരുന്നു. പിന്നെ നിഫ്റ്റിൻ്റെ ബിൽഡിങ് വന്ന സമയത്ത് നമുക്കങ്ങനെ റോഡിൻ്റെ ഒന്നും അങ്ങനെ ഫസ്റ്റ് ഉണ്ടായില്ല. പിന്നെ പടിപടിയായിട്ട് അതിൻ്റെ വർക്കുകളെല്ലാം കിട്ടിയത്. ഇപ്പോൾ റോഡ് വന്നാലും ഒരു ഭാഗം മുതൽ ഒരു ഭാഗം വരെ ടാർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ടാർ ചെയ്തത് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, ഹൈഫൈ ഇൻഡോർ സ്റ്റേഡിയം. അവിടെ നിന്ന് ഒരു പകുതി ഭാഗം വരെ റോഡ് ടാർ ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷമാണ് ഇപ്പം കാണുന്ന ഭാഗം പിന്നെ ടാർ ചെയ്തത്. അപ്പോൾ ധർമ്മശാലയ്ക്ക് പോകണമെങ്കിൽ കുറച്ച് നടക്കണം. എങ്ങനെയും ആദ്യം ഇങ്ങനെയൊന്നും ദൂരം ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ മൊത്തം ഒരു മഴക്കാറ് മൂടി പിടിച്ചൊരു കാലാവസ്ഥ പോലെയാണ് ഉള്ളത്. ഇന്ന് മഴ പെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ വളരെ നല്ലത്. പിന്നെ ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ ഷോർട്ട് കട്ടുണ്ട്. ഈ മതിലിൻ്റെ ഇപ്പുറം കാണുന്ന റോഡുണ്ട്. റോഡ് എന്ന് പറയുന്നത് നല്ലൊരു ഷോർട്ട് കട്ട് വഴി ഈലക്കൂടെ പോയാലും ധർമ്മശാലയെത്തും. ഇപ്പം നിഫ്റ്റിൻ്റെ മതിലേ സൈഡിലേക്കൂടെ ഇങ്ങനെയുള്ള റോഡിൽ ഇങ്ങനെ പോകുന്നത് പാമ്പിൻ്റെ ഷേപ്പിലുള്ള റോഡ് എല്ലാം ഉണ്ടാവും. ഏകദേശം അതേ ഷേപ്പിലുള്ള റോഡ് തന്നെ. ചുറ്റിങ്ങനെ കുറ്റിച്ചെടിയും പുല്ലുകളും എല്ലാം അങ്ങനത്തെ ചെടികളായിട്ടാണ് മതിലിൻ്റെ സൈഡിലെല്ലാം അങ്ങനെയുള്ളത്. നടന്നുകൊണ്ട് പോകണം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, എവിടെയെങ്കിലും പുറത്ത് പോകുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ബാഗിൽ ഒരു കുപ്പിയിൽ തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. കാരണം സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ എല്ലാം കുടിച്ചാൽ കുറച്ച് സമയത്തേക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ.
എഫക്റ്റ്. തിളപ്പിച്ച വെള്ളം അങ്ങനെയല്ല, കുറച്ച് കുടിച്ച ഒരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ കയ്യിലൊരു കുപ്പിയിൽ വെള്ളം കരുതുന്നത് വളരെ നല്ലതായിരിക്കും. ഈ മതിൽ ഇത് നമ്മുടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ അവരെ ഹോസ്റ്റലാണ് ആ ബിൽഡിങ് കാണുന്നത്. ഒരു റോസ് കളർ അങ്ങനത്തെ ഒരു ബിൽഡിങ് ഗേൾസിൻ്റെ ഹോസ്റ്റലാണ്. അങ്ങനെ എല്ലാം നടന്നുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് കാണാം നിങ്ങൾക്ക്. വിറകും അടക്കഷ്ണവും അങ്ങനെയൊക്കെ. ഇതിൻ്റെ അടുത്തും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലത്തെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണാം ഈ മുറിച്ച മരത്തിൻ്റെ ഇല്ലി കഷ്ണങ്ങളും വിറകും അങ്ങനെയൊക്കെ ആയിട്ട്. വേറൊരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഇതിലേക്കുള്ള നമുക്ക് ധർമ്മശാല കുറച്ച് വേഗത്തിൽ എത്താൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ടിലൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ഈ ഷോർട്ട് കട്ടിൽ കൂടെ പോകുമ്പോൾ കുറേ വീടുകൾ കാണാം. ആരുടെ വീടാണെന്ന് ശരിക്കും നമുക്ക് അറിയില്ല. കുറേ വീടുകളുണ്ട്. കുറേയൊക്കെ 2-3 വീടുകളാണ് ഉള്ളത്. കുറച്ച് തണലില്ലുകൊണ്ട് വളരെ ആശ്വാസം. ധർമ്മശാലക്ക് നല്ല പടിപടിയായി എത്താൻ പോകുന്നു. അപ്പോൾ അതിൽ ഇങ്ങോട്ടാണ് തിരിച്ചു. ഇവിടെ ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ രാധാസ് കോംപ്ലക്സ് എന്നാണ് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ എങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കാണുന്ന യെല്ലോ കളറിട്ട ബിൽഡിങ്ങാണ് നമ്മളിവിടുത്തെ ഒരു ചാനലുണ്ട് സീൽ TV. ഒരു ഓഫീസ് ആണ് അവിടെ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു കമ്പ്യൂട്ടർ കോഫി ഉണ്ട്. പിന്നെ കുറച്ച് 2-3 ഷോപ്പുകളാണ്, ഫാൻസി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ്. ഗൈസ് ഇതാണ്ട് ധർമ്മശാല. ഓക്കെ, കുറേ ഇമ്പോർട്ടൻ്റായ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പ് ഏരിയ എന്നേ പറയാം. ഓക്കെ ഗൈസ്, ധർമ്മശാലയിൽ നിന്ന് ഇപ്പം കുറച്ച് നടന്നു വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്തും. അപ്പോൾ ഷോർട്ട് കട്ട് ഉള്ളത് വെച്ചാൽ നമ്മളിവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അതിലെ ആ കോമ്പൗണ്ടിൽ അതിലെ കൂടെയുള്ള ഷോർട്ട് കട്ടാണ്. അപ്പോൾ കാണുന്ന ബിൽഡിങ് ഇന്ത്യൻ കോഫി ഹൗസാണ്. അതിലെ അതിൻ്റെ പടിക്കട്ട ഇങ്ങനെ ചവിട്ടിയിട്ട് പോകുന്നു. അപ്പോൾ നേരെ ഇതാ ഒരു പാർക്കിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഫ്രണ്ടില്ല പാർക്കിങ്. അപ്പോൾ രാവിലെ തന്നെ നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബസ് സ്റ്റോപ്പിലേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മുകളിൽ കാണുന്നത് ബിൽഡിംഗ് ഒന്നാണ്. നമ്മുടെ ഹൈവേൻ്റെ വർക്ക് നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കാണുന്നതിൻ്റെ പണ്ട് ബിൽഡിങ്ങെല്ലാം ഉണ്ടായിരുന്നു റോഡ് പണിയെടുക്കുന്നതിന് മുന്നേ. അപ്പോൾ ഇപ്പോൾ അത് ശേഷം കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ പൊളിച്ച് നീക്കിയിട്ടുണ്ട്. അവിടെ ഒരു ബസ് ഷെൽട്ടറാണ്. അതിനകത്ത് കുറേ പിള്ളേർ ഇരിക്കുന്നുണ്ട്. സമ്മർ കോച്ചിങ് ക്യാമ്പിലാണെന്നാണ് തോന്നുന്നത്. അവിടെ പോയി ഒന്ന് ബസ്സിനെ കാത്തിക്കാം. ഇപ്പോൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒരു ക്യാമറയിൽ അങ്ങനെയൊക്കെ വീഡിയോ എടുത്തതാണ്. ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുള്ളൂ. ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു. പുറത്തോട്ട് ഇറങ്ങിയ ശേഷം
പ്ലാസ ജംഗ്ഷൻ അവിടെ നിന്ന് പോകണം. അപ്പോൾ പുതിയ ബസ്സിനെ പുറത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് കാണാം. നല്ല തിരക്കാന്ന്. ഞാൻ വരുന്ന സമയത്ത് നല്ല പുതിയൊരു പള്ളിക്കുന്ന് ആ ഭാഗത്തെല്ലാം കുറച്ച് നല്ല ബ്ലോക്കല്ല, എന്നാൽ ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. ഇത് സ്കൂളിലെ ലൊക്കേഷനെല്ലാം കണ്ടുപിടിച്ചു, നേരത്തെ എത്തിയിനി. ഇപ്പോൾ നമുക്ക് ഫുഡ് ഒന്ന് പുറത്ത് കഴിക്കാൻ പോയതാണ്. വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ലോ ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വീണ്ടും സ്കൂളിലേക്ക് പോകുന്നു. ഞാൻ സ്കൂൾ വരുന്നത് അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂള്. അപ്പോൾ ഇതങ്ങനെ സ്കൂളിൻ്റെ എൻട്രിന്ന് വരുന്ന ഇതാണ് കാണുന്നതാണ് സ്കൂൾ. അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളാണ് മൊത്തത്തിൽ പേര്. അപ്പോൾ നേരത്തെ മുന്നേ തന്നെ അവർ പുറത്ത് സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ പുറത്ത് രജിസ്റ്റർ നമ്പർ അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. റൂമിൻ്റെയും റോൾ നമ്പറിൻ്റെ. ഓക്കെ, നമസ്കാരം. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വൻകുളത്ത് വയലിൽ നിന്ന് ബസ് കയറി. അപ്പോൾ ക്ലാസ് ഇറങ്ങി. അപ്പോൾ കണ്ണൂർ കോക്ടെയിലിന് ഒരു കോക്ടെയിലും അടിച്ചിട്ട് ജസ്റ്റ് നടക്കുന്നതാണ്, നേരെ സ്ട്രെയിറ്റിൽ നടക്കുന്നതാണ്. ഷൂ നോക്കാനുണ്ട്, അപ്പോൾ ഷൂ നോക്കിയിട്ട് വരാം എന്തായാലും. ഓക്കെ. അല്ല ഗൈസ്, ഇതിപ്പോൾ ആ ഷൂവിൻ്റെ ഷോപ്പ് അന്വേഷിച്ച് നടക്കലാണ്. ഫോർട്ട് റോഡിൻ്റെ അങ്ങോട്ടേക്കാണെന്നാണ് അതിൽ കാണുന്നത്, ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഷൂവിൻ്റെ ഷോപ്പ് അന്വേഷിച്ച് നടക്കുന്നതാണ്. നല്ല വെയിലുണ്ടോ വെച്ചാൽ നല്ല വെയിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ കുറച്ച് പച്ചപ്പും മരലും ഉള്ളതുകൊണ്ട് കുറച്ച് തണലുണ്ട്. അങ്ങോട്ട് പോയിട്ട് നോക്കണം. ഞാൻ ഷോപ്പ് അങ്ങോട്ടേക്കാണോ അല്ലയോ, വഴി മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഓക്കെ, ഹലോ ഗൈസ്. പിന്നെ നേരത്തെ ഷൂവിൻ്റെ ഷോപ്പ് അന്വേഷിച്ച് നടന്ന റൂട്ട് മാറിപ്പോയിരുന്നു. അപ്പോൾ പകുതിക്കുന്ന ഒരാളെ ഒരു ഡ്രൈവറാണ് എൻ്റെ തോന്നൽ. അവരോട് ചോദിച്ചു, നേരെ പ്ലാസ ജംഗ്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ പ്ലാസ ജംഗ്ഷനിലേക്ക് തന്നെ തിരിച്ചു നടന്നു. അപ്പോൾ പ്ലാസ ജംഗ്ഷൻ തന്നെ കോഫി ഹൗസിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷോപ്പ് വരുന്നത്. മുകളിൽ സ്നീക്കേഴ്സ് അങ്ങനെ എന്തോന്ന് തോന്നുന്നു ഷോപ്പിൻ്റെ പേര് വരുന്നത്. അപ്പോൾ പോയി നല്ല ഷൂസിൻ്റെ സെലക്ഷനൊക്കെ നല്ല ആയിട്ടുണ്ട്. ഓരോക്കെ ഓരോ ടൈപ്പ് ഇങ്ങനത്തെ വേണ്ടതെന്ന് വെച്ചാൽ അതിലുണ്ട്. ഷൂസിൻ്റെ സെലക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 3-4 നോക്കി. എന്നിട്ട് ഓരോത്തിൻ്റെ ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഏതാ നല്ലത്, നമ്മൾ എടുത്തിട്ട് മോശമാവേണ്ടല്ലോ. അതുകൊണ്ട് അമ്മ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കും. 4 ഷൂസ് തൊട്ടൊക്കെ 4 അയച്ചു കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഇട്ട് നോക്കിയതാണ് നല്ലതെന്ന് അത് എടുത്തു. അഡിഡാസിൽ നിന്ന് ഒറിജിനൽ നേരിട്ടവർ സപ്ലൈ ചെയ്യുന്നതാണെന്ന് ഷോപ്പിലായിട്ട് പറഞ്ഞത്. ബ്ലാക്ക് കളറിൽ വൈറ്റ് ഡിസൈൻസ് എല്ലാം വരുന്ന ഷൂ ആണ് എടുത്തത്. 2,300 വില പറഞ്ഞത്. അപ്പോൾ അവസാനം ഡിസ്കൗണ്ട് എന്ന രീതിയിൽ ആയിരിക്കും 2,150 തന്നാൽ മതി എന്ന് പറഞ്ഞു. 2,150 കൊടുത്ത് വാങ്ങി. അപ്പോൾ വാങ്ങിയ ശേഷം നേരെ ഇനി വീട്ടിലേക്ക് പോകണം. അപ്പോൾ നേരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സൈഡിൽ ഇങ്ങനെ കണ്ണൂർ കോക്ടെയിലിൻ്റെ ഔട്ട്ലെറ്റാണ്.